ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും നിമിഷനേരം കൊണ്ട് ചാരമാക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഇന്ന് ലോകശക്തികളുടെ കൈവശമുണ്ട്. എന്നാൽ ഒരു രാജ്യം പൂർണ്ണമായും തകർക്കപ്പെട്ടാലും അവിടുത്തെ ഭരണാധികാരികളും സൈന്യവും കൊല്ലപ്പെട്ടാലും ശത്രുവിനെ തേടി മാരകമായ ആണവായുധങ്ങൾ കുതിച്ചുയരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? റഷ്യയുടെ ഡെഡ് ഹാൻഡ് അഥവാ പെരിമീറ്റർ സിസ്റ്റം ഇത്തരമൊരു ഭീകരമായ യാഥാർത്ഥ്യമാണ്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത ഈ ഓട്ടോമാറ്റിക് ന്യൂക്ലിയർ കൺട്രോൾ സിസ്റ്റത്തിന്റെ ലക്ഷ്യം ഒന്നേയുള്ളൂ: ഞങ്ങൾ ഇല്ലാതായാൽ ലോകവും ഉണ്ടാകില്ല. ഒരാണവാക്രമണം നടന്നതായി ഈ സെൻസറുകൾ സ്ഥിരീകരിച്ചാൽ സിസ്റ്റം ആദ്യം മോസ്കോയിലെ സൈനിക നേതൃത്വത്തെ ബന്ധപ്പെടും. അവിടെ നിന്ന് മറുപടി ലഭിച്ചില്ലെങ്കിൽ, അതായത് നേതൃത്വം കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായാൽ, ഇത് സ്വയം പ്രവർത്തിച്ചു തുടങ്ങും. ഒരിക്കൽ ആക്റ്റീവായാൽ പിന്നെ ആർക്കും ഇതിനെ തടയാനാകില്ല. വിനാശകരമായ തിരിച്ചടിയാണ് ഇത് പ്രവർത്തിച്ചതുകൊണ്ട് സംഭവിക്കുക. ആദ്യം പ്രത്യേക കമാൻഡ് മിസൈലുകൾ വിക്ഷേപിക്കപ്പെടും. ഇവ അന്തരീക്ഷത്തിലൂടെ പറന്ന് താഴെയുള്ള 6000-ഓളം ആണവ മിസൈലുകൾക്ക് വിക്ഷേപണ സിഗ്നൽ നൽകും. അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്പ് എന്നിവയെ ലക്ഷ്യം വെച്ച് കുതിക്കുന്ന ഈ മിസൈലുകൾ വെറും 30 മിനിറ്റിനുള്ളിൽ ലോകത്തിന്റെ ഭൂരിഭാഗവും ഒരു അഗ്നികുണ്ഡമാക്കി മാറ്റും. മനുഷ്യർ നിർമ്മിച്ച ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം. ശത്രുവിനെ പിന്തിരിപ്പിക്കാൻ രൂപപ്പെടുത്തിയ ഈ സിദ്ധാന്തത്തെ സൈനിക ഭാഷയിൽ മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നു. റഷ്യയുടെ മിസൈൽ കരുത്ത് ഈ സിസ്റ്റത്തിന് കരുത്തേകുന്നത് റഷ്യയുടെ അത്യാധുനിക മിസൈലുകളാണ്. ലോകത്തിലെ ഏറ്റവും മാരകമായ സാറ്റൻ സെക്കൻഡ് ഈ ഭൂഖണ്ഡാന്തര മിസൈൽ ഇതിലൊന്നാണ്. കൂടാതെ ശബ്ദത്തേക്കാൾ 20 മുതൽ 27 മടങ്ങ് വരെ വേഗതയിലുള്ള അവാങ്കാർഡ്, കിൻസാൽ, സിർക്കോൺ തുടങ്ങിയ ഹൈപ്പോർസോണിക് മിസൈലുകളും ഇതിലുണ്ട്. ഇതിനു പുറമെ ലോകത്തിലെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ S-400, കൃത്യതയാർന്ന ഇസ്കന്ദർ എന്നിവയും റഷ്യയുടെ ആയുധപുരയിലുണ്ട്. ഇതുകൂടാതെ കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തിൽ നിന്നും ആണവാക്രമണം നടത്താൻ റഷ്യക്ക് ശേഷിയുണ്ട്. ആധുനിക കാലത്ത് AI കൂടി ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ഭീതി ശാസ്ത്രലോകത്തിനുണ്ട്. ഒരു തെറ്റായ കണക്കുകൂട്ടൽ മതി ഭൂമിയിൽ ജീവന്റെ അടയാളം ഇല്ലാതാക്കാൻ. ഡെഡ് ഹാൻഡ് വെറും ഒരു മിത്തല്ല, മറിച്ച് ലോകാവസാനത്തിന്റെ കാവൽക്കാരനാണ്. റഷ്യയെ സംബന്ധിച്ച് ഡെഡ് ഹാൻഡ് എന്നത് കേവലം ഒരു ആയുധമല്ല, മറിച്ച് ശത്രുക്കളുടെ കടന്നുകയറ്റത്തിന് മുന്നിൽ തങ്ങളുടെ മാതൃഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു അദൃശ്യ കവചമാണ്. തങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയും സമാനമായ തിരിച്ചടി ലഭിക്കുമെന്ന് ഈ സംവിധാനം ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി ആയുധങ്ങളല്ല, മറിച്ച് ഏകപക്ഷീയമായ അധിനിവേശങ്ങളാണെന്ന് റഷ്യ വിശ്വസിക്കുന്നു. റഷ്യയുടെ മണ്ണിൽ തൊടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു താക്കീതാണ്. റഷ്യ ഇല്ലാതായാൽ പിന്നെ ഈ ലോകത്തിന് നിലനിൽപ്പില്ല എന്ന ഉറച്ച പ്രഖ്യാപനം. ആത്യന്തികമായി തങ്ങളുടെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു രാജ്യത്തിന്റെ കരുത്തുറ്റ പ്രതിരോധ ബോധ്യമാണ് ഡെഡ് ഹാൻഡ് എന്ന ഈ അത്ഭുത പ്രതിഭാസം.